ഇപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഫേസ്ബുക്ക് സ്റ്റോറിയിൽ ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തോട്ട്സ് എങ്ങനെ ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തോട്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ തോട്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിലൊക്കെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാഗ് സമ്മൺ എന്നുള്ളൊരു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആരെയാണ് വേണ്ടത് അവരെ നമുക്ക് ടാഗ് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു പ്രൊഫൈൽ ടാഗ് ചെയ്യുകയാണ്. എന്നിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ട്സ് ആഡ് ആവുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. 2 ഫിംഗേഴ്സ് വെച്ചിട്ട് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തോട്ട് ഇത് നീക്കി വെക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ഒരു സ്റ്റോറി കാണുമ്പോൾ ഈ ഒരു തോട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിലോട്ട് നമുക്ക് തോട്ട്സും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.